ഹായ് ഗൈസ്, വിനോദാണ്. ഇത് മിസ്റ്റർ ബിജുകുട്ടൻ വിനോദ്. നമ്മൾ കർണാടകത്തിലാണ്. കർണാടകത്തിൽ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ്. നല്ലൊരു ഗ്രാമമുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളൊരു നല്ല കാടിനകത്ത് തന്നെ താമസിക്കണത്. നല്ല ചുറ്റും കാടുള്ളൊരു സ്ഥലമാണ്. മലയും കാടും നിങ്ങൾക്ക് കാണാമല്ലോ. കാടും പിന്നെ ചെറിയ അരുവികളും അതൊക്കെ ആയിട്ട് നല്ല ഒരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇതിന് നല്ലൊരു സ്ഥലമുണ്ട്, നമ്മളിതുവരെ കാണാത്തൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാം കേട്ടോ. ബേസിക്കലി വിനോദിൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്ന് തിരുമിക്കാൻ വേണ്ടി പോവുക. ഇവിടുത്തെ ഒരു ഗ്രാമത്തിലൊരാളാണ് തിരുമിക്കണത്. അപ്പം അയാളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയി വിനോദ്. അപ്പം നല്ല രസമുള്ള സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കണ്ടേക്കാൻ തന്നെ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വീഡിയോ ഇടാം, യൂട്യൂബിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ വഴികളൊക്കെ ഒന്ന് കണ്ടുള്ളൂ. ജസ്റ്റ് ഈ വഴികളും ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ തന്നെയാണ്. ഇവിടെ കണ്ടു കുന്നുകളൊക്കെ. അയ്യോ, നമ്മുടെ ഷൂട്ട് നടന്ന സ്ഥലമാണല്ലോ. വീട് അടിപൊളിയാക്കി കേട്ടോ. വീടാക്കിയല്ലോ. ഇവിടെ വീടുകൾ ഉണ്ടായിരുന്നില്ല ആദ്യം, ഇപ്പോൾ ഇഷ്ടംപോലെ വീടുകളാവാൻ തുടങ്ങി. അപ്പോൾ നോക്കട്ടെ, നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് കാണാം. ഇനി ഈ സൈഡിലൊരു പോണ്ട് വരാം. പോകണ്ട. ലെഫ്റ്റ് സൈഡിൽ മറ്റേ വലിയൊരു കുളം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ട ഒരു വലിയ ലേക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടേക്ക് കയറാനുള്ള സ്റ്റെപ്പ്, ഇവിടെ ഇരിക്കാനുള്ള ഒരു കസേരകൾ അങ്ങനെയൊക്കെ ഇവർ പണിതിട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനുള്ള ആൾക്കാരോ ചുറ്റിനും കടകളോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പാടത്തിൻ്റെ കരയിലാണെങ്കിൽ തന്നെ ഇതുപോലെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. 4 മണിക്കാറ്റാണ് ആണെന്നുള്ള പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരിൽ അവിടെ കുറേ കടകളും പിന്നെ അതിന് ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നിന്നൊക്കെ വരുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നോക്കിയാൽ കാണാം ലെഫ്റ്റ് സൈഡിൽ ഒരു നല്ല ലേക്കാണത്. പക്ഷെ അങ്ങനെ ആരും വന്നിരിക്കുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അവിടെ. ഇതൊരു ദേവൾമക്കി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമുക്കിവിടുന്ന് ഒരു സുഹൃത്തിനെ കയറ്റാറുണ്ട്, ഒരു സച്ചിൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തിനെ കൂടെ കയറ്റാറുണ്ട്. അയാളുടെ വീടത് റൈറ്റ് സൈഡിൽ. നമ്മുടെ കൂടെ വേറെ ആളും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ സച്ചിൻ, ലോക്കലാണ്. സച്ചിൻ മറാഠ നായിക്. അദ്ദേഹമാണ് നമ്മളിപ്പോൾ വൈദ്യരുടെ അടുത്തുകൊണ്ട് പോണത്. വൈദ്യര് കൈ പിടിച്ചോടിക്കുകയോ തിരുമ്പി ശരിയാക്കുകയോ നമുക്ക് നോക്കാം. അല്ല ബിജുകൂടെ? യെസ്, കാത്തിരുന്ന് കാണാം. ഓൾറെഡി ഒന്ന് തിരുമ്പി ശരിയാക്കിയതാണ്, കുഴപ്പമില്ല, ഇപ്പം ശരിയാവുന്നുണ്ട്.
ഇതാണോ നീ പറഞ്ഞ അരുവി? ചോല. ഓക്കെ, രസമുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണാൻ. ഈ ജഗക്കനം നിബ്ലി നിബ്ലി കൊള്ളാട്ടാ. अभी थोड़ा आता है सर नीचे, ऐसे थोड़ा भी आता नहीं. अभी हमारा जॉइंट रहता है ना सर, उसमें वो नर फंस गया करके बोल रहा था वो. उसको एक्सरे दिखाओ अभी. नर्व वगैरह उसमें नहीं थे. तो मैंने तभी सोचा था एक बार आना आया है। था ना आप, नहीं नहीं बाद में हमारे घर जाके वो ये करके. नहीं 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 नहीं, मैं पहली बार आ रहा हूँ. अम्बलम രസമുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. പാർട്ട് വെള്ളം. ഇത് മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം വരുമായിരിക്കും കേട്ടോ. അല്ല, മഴ കറക്റ്റായിട്ട് മഴക്കാലമാണ്, എന്നാലും ഇപ്പം മഴ കുറഞ്ഞില്ല 2 ദിവസമായിട്ട്. ही दिसून घेऊन बाहेर हो भाग हो ने पार्ट हिंगा जॉईंट हिंगा मॅचिंग हिंगा हो हिंगा उलटा तो हिंगेता हो हो मधले हो ने हो हिंगेता तो सोनं टर्न जाईल तो. ये पहले का है, बाद में रिवर्सल तो ये स्ट्रेट, ये प्लास्टर निकालने के बाद हे काढल्यानंतर सारखे जाते आहे ना, सारखी जाते याला जरा की सगळं हे पुढे गॅप असणे, असा. गॅप असणे हे गॅप होता का नाही, एनी टाइम गॅप हे टर्न जाऊ का नाही, आता बॉल 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 हे टर्न जाऊचो हो मग हिंगा बेक मासस हे होता की सांग सी हिंगा हे मग चिचिल्यात असतं त्याला. हे ऑपरेशन हे केल्यानंतर ने तो भाव गेल्यानंतर ने हिंग सीर हिंग ह्या गॅपा भितर भरलाच आहे ती बाहेर अशी पुढे हे नंतर एक्सरे काढल्यानंतर हे झालं की प्लेस्टर काढल्यानंतर आहे टच म्हणतो गॅप असणे हे टच जाईन त्याला हे ने हे टच जायना हे सीरने पहिलं हे केला ओपन असं म्हटलं जॉईंट ना वो जॉइंट हुआ नहीं चलो लास्ट ये ना इधर झाला है वही जाते हैं ये स्टेट मैं वीडियो लिया तो प्रॉब्लम है क्या? हाँ ना प्रॉब्लम वीडियो ले रहा था मैं, यूट्यूब में डाल दिया था. नहीं कुछ नहीं प्रॉब्लम नहीं है ना. सुकल घेऊन प्रशांत माम कसं बनते लो हां हे सुकल येतो सत करू त्यात पडे नाही हिंग जॉईंट मात्र असणे मालिश करना है हे हे नाही कोळी वगैरे गेली नाही ते हाड गटाला ते मग त्यांना ते गटात त्यांना त्याने व्यायाम तर करत असेल कॉमन असेल काही नसेल फिक्स होते त्यांना किरके लोक आता असेल मागे सरसा केला पण नाही असे असे झालं वो तभी ये थोड़ा थोड़ा मूवमेंट किया तो होता था वो ऐसा ही रुका ना. मोमेंट मात्र करेक्ट तो नर्व फिर कैसे बाहर निकलेगा?
अभी वो इसे करेगा, ट्राई वो कर मालिश करके करके करेगा. ते हाड तो वाटता ना ते joint गरम होता था पहिला हिंगात घाण गेला कशी होता घाले घाले आपण इथं ट्राय करणार उदा आहे तापही लागला. हे नाही बरं पुढे ते कोमल ते औषधांचं जाते अरे तर म्हणील काय ते होणार आहे औषध आहे हा तैल घाल धुके बोट खातील नाही त्या का भीतर भरणार नाही ना हाडवीचे संघ एक ഇദ്ദേഹത്തെ കാണാൻ വളരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നാണ് പറയണത്. मुकुंदर तेले तसे आणले ആ, അപ്പം हाड पुढे येईल मग पुढे ഇത് तर मोठा നല്ല പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. मी आता सारखे ऑपरेशन केलं ബിജുക്കുട്ടൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അയാൾ പറയണത്. ഇടയ്ക്ക് കുറേ നേരം മൂളുണ്ടായിരുന്നു और एक लड़का का ബിജുക്കുട്ടൻ പറയണം. അപ്പം ഞാൻ കരുതി ബിജുക്കുട്ടന് കൊങ്ങണിയൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. के डॉट डॉट आके बड़ा പിന്നെ തിരിച്ചു പോയപ്പോൾ ചോദിച്ചു നീ എപ്പോഴും കൊങ്ങണിയൊക്കെ എനിക്ക് മനസ്സിലാവുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും മനസ്സിലാവില്ല, വെറുതെ മൂളി കൊടുത്താണെന്നാണ് പറയണത്. करना पड़ेगा उसको. ऑपरेशन नंतर എന്തായാലും केलं की പുള്ളി जास्त का आणि होतं हाय ते എക്സ്റേ എല്ലാം നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ऑपरेशन ಮಾಡಲು ಕಟ್ಟೋದು ಸೇರಿಸಿ ಕಟ್ಟಲ್ಲ ഓക്കെ, പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ എല്ലാം കൊങ്ങണിയിലാണെന്നേ ഉള്ളൂ, മനസ്സിലാവണമെന്നില്ല. ही जॉईंट करेक्ट असते गेले इकडे जरा सुजला ते सूज अशी लगा तशी जातं का नाही ना सूज कोमल जाऊ का त्याकडे मसाज करतो करके स्टेप करने के लिए कैसे ഇടയ്ക്ക് ഞാനൊന്ന് ബോറടിച്ചപ്പോൾ ഇവരുടെ വെളിയിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ, വീടിന് വെളിയിലേക്ക്. അങ്ങോട്ടൊക്കെ നടന്നൊന്ന് പോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരുപാട് പട്ടികളുള്ളതുകൊണ്ട് ചെറിയൊരു പേടി, ചെറിയൊരു ഭയം. പിന്നെ ഗൈസ് ഞാൻ Insta360 എന്ന് പറഞ്ഞ ക്യാമറ വെച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് ഏകദേശം 170 ഡിഗ്രി വൈഡ് ആംഗിൾ കാണാം. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്ന കവുങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഈ സൈഡിലുള്ള കവുങ്ങളൊക്കെ നല്ല വളഞ്ഞു പോലെ തോന്നണത് അതുകൊണ്ടാണ് കേട്ടോ, ആ വൈഡ് ആംഗിളും ഉണ്ടാകും. ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇനി പല വീഡിയോകളിലും ഞാൻ പറയേണ്ടി വരും. കാരണം ഒരിക്കൽ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ട് കഴിഞ്ഞപ്പം ഒരു റൂമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാര്യമായിട്ട് പറഞ്ഞ് കാണാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മുടെ ഒരു ചങ്ക് സുഹൃത്ത് ചോദിച്ചു, ഇതെന്താ ഇതിൻ്റെ ഇവിടുത്തെ ഈ റൂമിനകത്ത് അലമാരയൊക്കെ വളഞ്ഞിരിക്കണമെന്ന്, ശരിക്കും വളഞ്ഞിരിക്കണ അലമാരയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ചങ്കുകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. केकड़ा आता है देता दिन ले खूप गरम लागणार आहे हाँ हाँ इतना था हाँ हाँ पुढे आता फोन करतो मला हाँ 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 वो 1 महीने का अंदर हो जाएगा ट्राई करते करते किती 100 रुपये 100 रुपीज सर ഓക്കെ, ते बी तू हिमगेल कितले निघेल तर तू देऊ शकतो मग ते त्याला का तर जास्त पैसे मागितले आपका नाम क्या है? हाँ आपका नाम सन्ना 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 गावकर सन्ना गाँव. सर हो जाएगा सर वो ट्राई किया तो करके बोल रहे ഗൈസ് ഈവനിങ് ബ്യൂട്ടി അടിപൊളിയാണ് ഇവിടുത്തെ. നല്ല വാവ്, എന്താ രസം, സൂപ്പർ, ബഹുത്ത് അച്ഛാ ജഗ. ഗൈസ് അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. हाँ हेलो मैडम झालं नाही എന്താ പരിപാടി എന്ന് ബിജുക്കുട്ടൻ പറയും. मी तसं ना आणि ഞാൻ പറയുമായിരുന്നു, ഞങ്ങൾ ഇവിടുത്തെ തിരുമ്പ് ചികിത്സ കഴിഞ്ഞിട്ട് എണ്ണയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാർക്കിൽ ഇവിടെ വന്നിട്ട് ഇത് തിരുമ്പ് ചികിത്സയൊക്കെ നടത്തണം എന്നുണ്ട്, ചെറിയ പരിപാടികളൊക്കെ ഇദ്ദേഹം ചെയ്തു തരും. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു ഇൻഫർമേഷനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ സ്ഥലം ഒരു രസമുണ്ട്, മഴക്കാലത്ത് ഇതിനോട് രസമുണ്ടാകും. മഴക്കാലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ പോലും മഴ നിന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക്. അതുകൊണ്ട് ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജുക്കുട്ടൻ ബാത്റൂമിൽ തന്നെ വീണു, കൈയിൻ്റെ കുഴ തെറ്റിപ്പോയി. അല്ല ബിജുക്കുട്ടൻ, എന്താ സംഭവിച്ചത്, എന്താ പറഞ്ഞോ? കൈ ഈ ജോയിന്റിൽ നിന്ന് വിട്ടുപോയി മുട്ടിൻ്റെ ജോയിന്റ്. ഓക്കെ, അപ്പം അതിന് ശേഷം അത് ഇപ്പം നിവർത്താൻ പറ്റുന്നില്ല, കംപ്ലീറ്റ് നിവരില്ല. ഇവിടം വരെ ഇങ്ങോട്ട് നിവരില്ലല്ലോ, ഇങ്ങനെ നിവരില്ല, ഫുള്ളാവില്ല, മടങ്ങൂല. മടങ്ങൂല. അപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ പോയി ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് നോക്കി, പക്ഷെ നമുക്ക് ഇവിടെ അല്ലേ പറ്റുള്ളൂ, എപ്പോഴും നാട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ താമസിക്കുന്നവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരെയാണ്.
ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം അറിയാത്തവരെ പറയുകയാണെങ്കിൽ ഇത് കർണാടകത്തിൽ കാർവാർ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ്. ചുറ്റും ഞാൻ ആദ്യം കാണിച്ചില്ലേ, ബ്യൂട്ടിഫുൾ അല്ല. ഫോട്ടോ എടുക്കട്ടെ. ബിജുകുട്ടാ, ഒരു നല്ല പാലക്കാടൻ ഗ്രാമം പോലെയൊക്കെ തോന്നുന്നല്ലേ? നമ്മുടെ സൈലന്റ് ആയിട്ടുള്ള എന്ത് എൻ്റെ കുപ്പി എടുത്തില്ലേ? അവൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ കണ്ടിരുന്നു. ശരി, അവൻ്റെ അടുത്തുള്ളത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. പക്ഷികളൊക്കെ സൗണ്ട്. അതെ, പക്ഷികളുടെ ഭയങ്കര ശാന്തതയാണ്. സത്യമാണ്. നമുക്ക് ഈ സൗണ്ട് കൂടെ ആസ്വദിക്കാം കുറച്ച് നേരം വീഡിയോയിൽ. ചെറിയ കാറ്റും ഉണ്ട് കേട്ടോ. ചെറിയ തണുപ്പില്ലേ? ചെറിയൊരു തണുപ്പ്, കാറ്റ്. തല മുട്ടയാണ് ആയതുകൊണ്ടായിരിക്കും ഇച്ചിരി തണുപ്പ് കൂടുതലടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മുട്ടത്തലയിലേക്ക് ആ കാറ്റ് വീശുമ്പോഴേ നല്ല രസം. കാറ്റല്ല, കാറ്റ് കാറ്റ്. मध्ये 10,500 रुपये असा रे तर सांग तू फोन केलो मग ते काल LIC कटल रे तर सांग ഒരു പറയണ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? नाही नाही तू 10,000 सेंड करू वर्कट जाना കൊങ്കണി, കൊങ്കണിയാണ് പറയണത് കേട്ടോ. കൊങ്കണ ഏരിയ ആയതുകൊണ്ട് കൊങ്കണിയാണ് ഇവിടുത്തെ മെയിൻ ഭാഷ. കർണാടക ആണെങ്കിലും കന്നഡ അല്ല ഇവർ പറയുക, കൊങ്കണിയാണ്. ബിജുകൂടെ ആ സ്ഥലമൊക്കെ നല്ല രസമുണ്ട് കാണാല്ലേ? हां आता तू ते हे करता फार कितल्या वयतल तू सांग? हां हां तू वयतलो? हां 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 ഞങ്ങളുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. हां हां तू मग फोन कर, हांव घालता मागीर कोणाक ഞാൻ आता घेवन. അപ്പോൾ ഗൈസ് मुद्दम हां കഴിഞ്ഞു. हां बरें. അപ്പോൾ ഈ വീഡിയോയുടെ ഞങ്ങൾ ക്ലോസ് ചെയ്യാണ്. അവിടെ നമ്മുടെ തിരുമജിഗസിൽ പോയ വീഡിയോ, കർണാടകത്തിലെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും സന്ധിക്കുമ്പോഴേക്കും ബൈ ബൈ. कोण सर? യെസ്.